കുഴിക്കണി ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഇവിള് എന്തിട്ട് കുഴിച്ചിട്ടേന്ന് എനിക്ക് അറിയില്ല. കുഴി കൊത്തണ ഞാൻ കണ്ടു. എന്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മോള് പുറത്തായിട്ട് 2-3 മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പിൽ. എന്നിട്ട് പേരെൻ്റെയും വെച്ചു. ഞാനിത് അറിയാത്ത കാര്യം അതിന് ദൈവം കാണിച്ചു. അയൽവാസി നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഇവരുമായിട്ട് വല്ല അടുപ്പമുണ്ടോ ചേച്ചി? ഇവരുമായിട്ട് അനീഷയായിട്ട് ഒരടുപ്പും ഇല്ല. ഇപ്പൊ എന്നല്ല, അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരടുപ്പില്ല. അവർക്ക് ആരായിട്ട് ഒരു അടുപ്പില്ല. ഇവര് നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു, എന്തോ കുഴിച്ചിടുന്നത് കണ്ടു എന്നോ, അങ്ങനെ അതെന്താ സംഭവം? അത് എന്തോ അന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു കുഴി കുത്തുന്നുണ്ടായി. അപ്പോൾ ഞാൻ കോഴിയോട് കുക്കണ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോയി. അത് ഇവള് തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ്. പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു. ഇവള് കണ്ടോളം നടക്കുന്നു, ഞാൻ അനാവശ്യമായി നടക്കുന്നു, ഞാൻ തൊഴിലുറപ്പ് പറഞ്ഞെന്നും പറഞ്ഞ് കണ്ടിരുന്നോ? കുഴി കുഴിക്കണി ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ബക്കറ്റിലൊരു എന്തോ കൊണ്ടുവന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. ഈ കുഴി കുഴിച്ചപ്പോൾ ഞാൻ കോഴികളുടെ കൊക്കിൽ കേട്ടപ്പോൾ വല്ല പാമ്പാണെന്ന് വെച്ചിട്ട് കുറച്ച് കോഴികളുണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തീറ്റിട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് പോയി വരുമ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഈ കൈക്കോട്ട് ഈ കുഴി മൂടി കഴിഞ്ഞിട്ട് കൈക്കോട്ടും ബക്കറ്റും കൊണ്ട് തെക്കേപ്പുറത്തേക്ക് പോയി. 2021 കൊല്ലൊന്നും എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം പോലീസ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ. ഞാൻ പറഞ്ഞു സാറേ, അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ അവരെ തെളിവ് സഹിതം സാറ് കൊണ്ടുവരാൻ പറയാം അവരോട്. അതെന്താ ചെയ്യാത്ത സാറ്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിപ്പിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അവള് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊന്ന് കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞു നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇവളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കണത്. ഇവള് എന്തിട്ട് കുഴിച്ചിട്ടേന്ന് എനിക്ക് അറിയില്ല. കുഴി കൊത്തണ ഞാൻ കണ്ടു. എന്റെ വളപ്പിന്റെ തൊട്ടാണ് ഞാൻ കണ്ടു. ഇല്ല, അത് അന്ന് അവര് പരിശോധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ അപ്പൊ എന്നോട് എന്തിട്ടാ പറഞ്ഞെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചേച്ചി, നിങ്ങൾ ഇതിനെപ്പറ്റി വിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവട്ടെ. അതിനുശേഷം ഞങ്ങൾ ഉമ്മർത്തുനിന്ന് ഇറങ്ങി വരണ അവരുടെ ഉമ്മർത്ത് അവരെപ്പോഴും അവിടെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഒരു സാരി മറച്ചു കിട്ടി അവരുടെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ട്. ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. വീട്ടില് പിന്നെ അവളുടെ വീട്ടില് അവൾക്കറിയാണ്ട അമ്മയ്ക്ക് മോനൊക്കെ അറിയാം. അത് ഇവര് അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നു. ഇപ്പോഴും പറയുന്നു ഈ ഒരു കുഞ്ഞു വീട്ടിൽ എന്തുണ്ടായാലും അമ്മയ്ക്ക് അറിയാണ്ടിരിക്കുക. ഒന്നന്വേഷിച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞു എന്നാ നിങ്ങള് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നാലല്ലേ തെളിവാവുള്ള. ഈ നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങള് എന്നോട് അവരുടെ ഒരു വല്യമ്മയുണ്ട് അവിടെ ആ വല്യമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വല്യമ്മേനെ ഞാൻ കാണാറുമില്ല, ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ അമ്മ തന്നെയാണ് സംഘത്തിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മോള് പുറത്തായിട്ട് 2-3 മാസമായി ഇവരെ സംഘത്തിൽ എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത് പാട്ടായത് തൊഴിലുറപ്പിൽ. എന്നിട്ട് പേരെൻ്റെയും വെച്ചു. ഞാനിത് അറിയാത്ത കാര്യം അതിന് ദൈവം കാണിച്ചു. മാനസിക പ്രയാസങ്ങൾ ചേച്ചിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല? എനിക്ക് നല്ല പ്രയാസം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരാളോടടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പെൺകുട്ടികളുടെ കാര്യം, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. 2 അന്തസ്സായിട്ട് തന്നെ. ഇതേപ്പോ ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞത്. 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, അയാള് മരിച്ചതിന് ശേഷം അത് പെരക്കി കുഴിക്കാൻ കുഴി കുത്തിയത് ഇതിന്റെ തെക്കേ ഭാഗത്താണ്. ഞങ്ങളുടെ കോഴിക്കോടിന്റെ അപ്പുറത്ത് അവരുടെ വളപ്പില്. പിന്നീട് പോലീസ് എന്തെങ്കിലും സീൽ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ അറിയില്ല, കണ്ടിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ന്യൂസിൽ കണ്ടപ്പോഴാണ് എന്നോട് ഇങ്ങനെ വിളിച്ച് ഓരോരുത്തർ ചോദിച്ചു അവിടെ വല്ല വിശേഷം ഉണ്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് എന്നിട്ട് കാണാൻ പറ്റുക, ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പിന്നെ ഈ കഥ ഇങ്ങനെ മറച്ച കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സാർ.